മാഷെ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കടാ. അല്ല മാഷെ, ടീച്ചർമാരെല്ലാം പുതിയ ബിസിനസ് തുടങ്ങി കേട്ട്. ബിസിനസ്സാ? എന്ത് ബിസിനസ്? എന്ത് ബിസിനസ് ആണെന്ന് അറിഞ്ഞൂടാ. ഹായ് എവിടെയാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത് മാത്രമല്ല സുഖം. ശരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഓരോ ട്രിപ്പുകൾ പോകും, ഈ കാണാത്ത ലോകം കാണാത്ത ഓരോരോ കാഴ്ചകൾ, ഈ പിന്നെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോയി നല്ല അടിച്ചു പൊളിച്ച് എന്ത് നല്ല ജീവിതമാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അത് നല്ല അടിച്ചു പൊളിച്ച് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഈ സുഖം എന്ന് പറയുന്നത് ഇതിൽ മാത്രം ചിന്തിക്കുന്നതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്, MDMA എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്തിനാണ് MDMA യൂസ് ചെയ്യുന്നത്, അതായത് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് കൂടുതൽ ടൈം കിട്ടാനാണെന്നാണ് ഈ പറയുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് പുതിയൊരു ടീച്ചറും കൂടെ അറസ്റ്റിലായിട്ടുണ്ട് വടകരയിൽ. എന്തായാലും രമേശ് ചെന്നിത്തല ഇടപെട്ടിട്ടുണ്ട്. 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇതിനെ കുറിച്ച് മുഖ്യമന്ത്രി VD സതീശനും പറയുന്നുണ്ട്. അതും വെച്ചുതരാം. അതിനുശേഷം ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അവനോട് പറയാണ് ഡ്രഗ് അടിക്കടാ, MDMA അടിക്കടാ, ഇതൊന്ന് അടിച്ചു നോക്കി, ഇതൊക്കെയല്ലേ ലൈഫ്, ഇതല്ലേ എൻജോയ്മെന്റ്. അതായത് കൂട്ടുകാരി ഈ ചെറുക്കനെ നിർബന്ധിക്കുകയാണ് ഓരോ ദുശീലം തുടങ്ങാൻ വേണ്ടിയിട്ട്, ഓരോ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവൻ കൂട്ടുകാരന്മാര് പറഞ്ഞത് കേട്ടിട്ട് അവൻ ഡ്രഗ് അഡിക്റ്റ് ആവുകയാണ്. പിന്നീട് അമ്മയെയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഒരു കാണേണ്ട, നമ്മുടെ കുട്ടികളും നമ്മളെല്ലാവരും ഓരോരുത്തരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണണം. അത് ഇഷ്ടമായ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം. അപ്പൊ എന്തായാലും നിലവില് അത് കഴിഞ്ഞതിന് ശേഷം ഈ പയ്യൻ നല്ലൊരു ലൈഫിലേക്ക് തിരിച്ചു വരുന്നതും കാണാം. അതായത് എങ്ങനെയാണ് ഡ്രഗിൽ നിന്നും ഈ ഡ്രഗ് അഡിക്ഷനിൽ നിന്നും പിന്മാറിയത് എന്ന് നമുക്ക് കാണാം. അവന്റെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അത് നമ്മൾ ഓരോരുത്തർക്കും യൂസ്ഫുൾ ആണ്. നമുക്ക് എന്തായാലും ഒന്നൊന്നായിട്ട് കേൾക്കാം. ആദ്യം ഒരു ടീച്ചറെ വടകരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം. അത് ശീതളിനെ അറസ്റ്റ് ചെയ്യുന്നത് എക്സൈസ് ആണ്. എക്സൈസിന് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന ലഹരിക്കെതിരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ കുറെ മാസങ്ങൾക്കിടയിൽ നിരവധി യുവതികളെ പിടികൂടിയിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സംശയം എന്നുള്ളത് ഈ യുവതികളും കഴിഞ്ഞ ദിവസം പിടിയിലായ അധ്യാപികമാരുമെല്ലാം ഒരൊറ്റ ലഹരി ശൃംഖലയുടെ കണ്ണികളാണോ എന്നുള്ളതാണ്. അതിൽ സംശയമുണ്ടാക്കുന്നത് ഈ കേസ് തന്നെയാണ് മധു. അതിൽ ഈ ശീതളിനെയും ഒപ്പം സുഹൃത്തായ ഫിറോസിനെയും ഉള്ളിയേരിയിൽ വെച്ചാണ് എക്സൈസ് പിടികൂടുന്നത്. ഇവരുടെ കൈവശം MDMAയും കഞ്ചാവും ഉണ്ടായിരുന്നു. ഒരു ലോഡ്ജിൽ വെച്ചാണ് ഈ 21കാരിയെയും സുഹൃത്തിനെയും പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയപ്പോൾ എക്സൈസിന് ലഭിച്ച വിവരങ്ങളാണിത്. അതായത് ഈ അധ്യാപികയായ കീർത്തനയും ശീതളും സുഹൃത്തുക്കളാണ്. ശീതളിനെ ഈ MDMA കടത്തിലേക്ക് എത്തിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് വിവരം. ശീതളിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ എക്സൈസിന് കണ്ടെടുക്കാനും കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഒപ്പം പിടിയിലായ ഫിറോസും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, നിർണായകമായ സൂചനകൾ എക്സൈസിന് നൽകുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ തന്നെ കീർത്തനയും കൂടാതെ പിടിയിലായ കാവ്യയും, ഈ രണ്ടുപേരും അധ്യാപികമാരാണെന്ന് ഓർക്കുക. ഇവർ രണ്ടുപേരും എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മാത്രമല്ല ഈ ശീതളിന്റെ ഒരു സുഹൃത്ത്, ഇവർ മംഗലൂരുവിൽ വെച്ച് ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഈ ശീതളിന്റെ ഒരു സുഹൃത്തു കൂടി എക്സൈസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാധു, ഒരുപാട് യുവതികൾ ഇവരുടെ വലയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഉറവിടം ഒന്നാണോ, ഇവരിലേക്കൊക്കെ ലഹരി എത്തിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണോ എന്നുള്ളതാണ് ഇനി പോലീസിനും എക്സൈസിനും ഒക്കെ കണ്ടെത്തേണ്ട കാര്യം. അതിൽ ഈ യുവതികളെയൊക്കെ ഈ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നത് കീർത്തനയാണ് എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം. ഈ കാവ്യയെ ലഹരി സംഘത്തിലേക്ക് കൊണ്ടുവരുന്നതും ലഹരി ഇടപാടുകളുടെ ഒക്കെ ഭാഗമാക്കുന്നതും കീർത്തനയായിരുന്നു. മാത്രമല്ല നീഷ്മയെയും ലഹരിയിലേക്ക് അടുപ്പിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. ഏതായാലും അധ്യാപകർ എന്നുള്ള മറ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൂടുതൽ യുവതികളെ, പെൺകുട്ടികളെയൊക്കെ ലഹരിയിലേക്ക് എത്തിക്കാൻ കീർത്തന ശ്രമിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അതിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്ന് എനിക്ക് ആഭ്യന്തരമന്ത്രിയോടാണ് പറയാനുള്ളത്. ആ സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എല്ലാ കുട്ടികളെയും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. ആ സ്കൂൾ മാത്രമല്ല, നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒന്ന് ചെക്കിങ് നടത്തുന്നത് വളരെ അത്യാവശ്യമാണ്. ടീച്ചർമാരുടെ കയ്യിൽ നിന്നാണ് ഇപ്പൊ MDMAയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പൊ പിള്ളേരുടെ കാര്യം പറയണോ? ഇത് വിൽക്കുന്നത് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സുഖം കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഭയങ്കര ഓർമ്മശക്തി ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 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 യൂസ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓപ്പൺ ആയിട്ട് അത് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മറ്റേതെന്ന് പറയുന്നത്. സെക്സ് എന്ന് ചുമ്മാ ഓപ്പൺ ആയിട്ട് പറയാൻ തന്നെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ നോർമലായിട്ട് മറ്റേതെന്ന് പറയാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, പെൺകുട്ടികൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടുതൽ താല്പര്യം തോന്നുമെന്നൊക്കെയാണ് ഇതിനകത്ത്
അതിനകത്ത് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഇത് വിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗുരുവാണ് ഒരു സ്കൂളില് പിന്നെ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ്. ആ ഗുരു പറഞ്ഞു കൊടുക്കുവാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ. അപ്പം അവര് എന്താണ് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ടീച്ചർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക ഈ മക്കളൊക്കെ. ഇനി ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിപ്പം നിർത്തിയില്ലെങ്കിൽ പിന്നെ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഇവർ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും ഒന്ന് കൗൺസിലിംഗ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ വലിയ ഡേഞ്ചർ ആവും. എന്താണ് അവസ്ഥ? ഇവർക്ക് സാധനം കിട്ടുന്നില്ല. കിട്ടാതാകുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. ചിലപ്പോൾ ജീവൻ തന്നെ സ്വയം ഇല്ലാതാക്കിയെന്നും വരാം. എന്തായാലും ഈ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു വരാം. മേഡം, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 5 പേരെയാണ് പിടിയിലായിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? ഞങ്ങൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ഈ പ്രതികളായ അധ്യാപികമാർക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര കാലമായിട്ടുള്ള ബന്ധമാണ്, ലഹരി കച്ചവടമാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവരിതിൽ ഇറങ്ങിയെന്ന് അത് അവരെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര രൂപയുടെ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പം വേരിങ് അമൗണ്ട്സ് ആണ്. ഇപ്പം എന്തായാലും ഒരു മിനിമം അപ് ടു 15 lakhs വരെ മിനിമം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരു പ്രതിയുടെ അബവ് 1 crore ട്രാൻസാക്ഷൻസ് ഉണ്ട്. കൂടുതൽ പ്രതികൾ, പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണോ? ഇനി അതോ ഇവരിൽ തന്നെ ഒതുങ്ങുമോ അന്വേഷണം? ഇല്ല, ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇവരാണ് ഇതിന്റെ മെയിൻ കിങ് പിൻസ് എന്ന് പറയാറായിട്ടില്ല. കൂടുതൽ ആൾക്കാരുണ്ട് ഇതിൽ, തീർച്ചയായിട്ടും ഉണ്ട്. ഇവരുടെ വ്യക്തമായിട്ടുള്ള റോള് നമുക്ക് ചാർജ് ഷീറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രാഥമികമായിട്ട് ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡുമായിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അപ്പം പോലീസ് ഇതൊക്കെയാണ് പറയുന്നത്. നമുക്കിനി മുഖ്യമന്ത്രി VD സതീശൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വളരെ ഗൗരവമുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്. 3 അധ്യാപകരെ അറസ്റ്റിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ട് തന്നെ ഒരു ഡോക്ടർ അറസ്റ്റിലാണ്. ഒരു പ്രാക്ടീസിംഗ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്. അറസ്റ്റിലാണോ നോക്കണം. കേസാണ്. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാര് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. അപ്പൊ തൂഫാൻ നടക്കുന്നതുകൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. നമ്മളൊരു പ്രയോറിറ്റി പ്രോഗ്രാമാണ്. എന്തായാലും ഇവരുടെ ജോലി എന്നേക്കുമായിട്ട് പോകണം. എന്തായാലും പോണോന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരിക്കലും ഒരു കുട്ടികളെയും പഠിപ്പിക്കാൻ ഇവര് പോകരുത്. എന്റെ അഭിപ്രായം ഇവർക്കൊക്കെ ജീവപര്യന്തം തന്നെ കൊടുക്കണമെന്നാണ്. ഒരു 20 വർഷമെങ്കിലും മിനിമം ശിക്ഷ കൊടുക്കണം ഇവർക്ക്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഇവരെ വിശ്വസിച്ചല്ലേ സ്കൂളിലേക്ക് അയക്കുന്നത്. എന്തായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു. ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി, വിജിലൻസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പറഞ്ഞതാരാണ്, ആരുടെ ഫോണാണ് എന്നുള്ള പുറത്ത് പറയുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ ഒരു ഫോൺ കോളിൽ ഈ അഴിമതിക്കാരെ കണ്ടെത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, തൂഫാന്റെ ഭാഗമായി പരിശോധന ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. വലിയ രീതിയിൽ ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ 3 അധ്യാപികമാരാണ് മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. ഈ അധ്യാപികമാരൊക്കെ ഇത്തരം മയക്കുമരുന്ന് വിൽപ്പനയിൽ കടക്കുന്ന ആശങ്കപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ഞെട്ടിപ്പോയി. അധ്യാപികമാർ ഇതിൻ്റെ കണ്ണികളായി മാറുന്നു എന്നുള്ളത് എന്നെ വേദനിപ്പിച്ച സംഭവമാണ്, ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഇന്ന് കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫായി സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലായത്. ഇത് വൻ റാക്കറ്റാണ്. ഇതിന് പിന്നെ വലിയ ശക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷങ്ങളാണ് ഇതിനൂടെ കൈമറിഞ്ഞത്. ഈ സ്വത്തുക്കൾ പെട്ടെന്ന് ആളുകൾ പണക്കാരാവുമല്ലേ, പെട്ടെന്ന് ആളുകൾ വലിയ വലിയ പണക്കാരാവുകയും പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ഹോം അപ്ലയൻസസ് വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കത്തില്ലേ. അപ്പോൾ ഓപ്പറേഷൻ തുഫാൻ ശക്തമായി മുന്നോട്ട് പോയതുകൊണ്ടാണ്
ഇത് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ബിഗ് സല്യൂട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ നിലവിൽ രംഗത്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം അറിയാൻ കഴിയില്ല എന്നെങ്കിൽ നമ്മുടെ നാട് തന്നെ നശിച്ചു പോയത്. ഇനിയാണ് നമ്മുടെ മെയിൻ ആ ഒരു വീഡിയോ വരുന്നത്, നമ്മുടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ആ ഒരു പയ്യന്റെ കഥ. അതെന്തായാലും നിങ്ങൾ മുഴുവൻ കേൾക്കണം പ്ലീസ്, ദയവ് ചെയ്ത്. കാര്യം ഇത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം. അതിനെക്കുറിച്ച് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പൊ എന്നാലും നമുക്ക് അത് കണ്ടിട്ട് വരാം. വേണ്ട എന്റെ പൊന്നെ, എനിക്ക് വേണ്ട. ഒരു ദിവസം പോലും അടിക്കായിരുന്നിട്ടില്ലേ? ഈ 9 ദിവസം കൊണ്ട് ഞാൻ അടിക്കായിരുന്നിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പൊ അത് വേണോന്ന് പോലും എനിക്ക് തോന്നാറില്ല. ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട് നശിച്ചു പോയ ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്താൻ പറ്റും. നല്ലതായിട്ട് രക്ഷപ്പെടുത്തി വിടാം. അടിക്കാത്തൊരു നേരം പോലുള്ള അടിച്ചില്ലേ കൈ പറക്കുമായിരുന്നു. നല്ല മദ്യപാനമായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കിലോ കണക്കിന് ലഹരി വസ്തുക്കളാണ് പിടികൂടുന്നത്. ഒരുപാട് പേർക്കൊപ്പം ലഹരി കിട്ടാതെ ഒരു ഭ്രാന്തെടുക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ലഹരിക്കടിമയായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് മാറാനുള്ളൊരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ആലുവ കമ്പനിപ്പടി ഇൻഡോ അറബ് ആയുർവേദ ഡി അഡിക്ഷൻ സെന്ററിൽ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ലഹരി വസ്തുവിന് അടിമയാണെങ്കിലും ഇനി അതെല്ലാം മദ്യപാനത്തിന് അടിമയാണെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് അകത്തേക്ക് പോയിട്ട് നോക്കാം. ഈ നിൽക്കുന്നത് ബാംഗ്ലൂർ പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥിയാണ്. വെറും 6 മാസം കൊണ്ട് ഇവന് എന്താണ് സംഭവിച്ചത് നമുക്ക് കേട്ട് നോക്കാം. അവനെ എന്തായിരുന്നു പ്രശ്നം? ഞാൻ ബാംഗ്ലൂർ പഠിക്കാനായിട്ട് പോയാണ്. എനിക്ക് നാട്ടിൽ വെച്ച് ഒരു ലഹരി ഒന്നും ഞാൻ യൂസ് ചെയ്യാത്ത രീതിയിൽ പോയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ലഹരിയിൽ എൻ്റെ കൂടെയുള്ളവർ തന്നെ എനിക്ക് ലഹരി തന്നു. ഞാൻ അതിലോട്ടായി. പിന്നെ എനിക്ക് ഡെയിലി ഇതില്ലാതിരുന്ന് പറ്റത്തില്ലായിരുന്നു. ഡെയിലി ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഡെയിലി ലഹരി ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ലഹരി എന്ന് പറഞ്ഞാൽ മദ്യമല്ല അതിന് അങ്ങനെ. പിന്നെ ഞാൻ വീട്ടിലൊക്കെ വരാറായി തുടങ്ങിയപ്പോൾ വീട്ടുകാരെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ഞാൻ ഈ ഒരു ലഹരി പദാർത്ഥം യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി. പിന്നെ എന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരായിട്ടും വീട്ടിൽ വന്നാലും എനിക്ക് ഇതില്ലായിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത് നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. പിന്നീട് എങ്ങനെ ഇവിടേക്ക് എത്തിയതിന് കാരണം ഞാൻ നാട്ടിൽ ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ പേരൻസ് വീഡിയോ ഉണ്ട്. അപ്പൊ അവരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ എനിക്ക് വരാനെ കൊണ്ട് ആദ്യം മടിയായിരുന്നു. കാരണം ഇത് യൂസ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് വരാനെ കൊണ്ട് മടിയായിരുന്നു. പിന്നെ വീട്ടുകാർ കണ്ട് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം 9 ദിവസമായി. എനിക്കിനി അതിലോട്ട് ഒരു മൈൻഡ് പോലും ഉണ്ടാവുന്നില്ല. എങ്ങനെ ഒരു അര എടുക്കട്ടെ, നമുക്ക് രണ്ടും അടിക്കാം. എന്റെ പൊന്ന് സാറേ, എനിക്കിനി മദ്യം വേണ്ട, സിഗരറ്റും വേണ്ട, ഒന്നും വേണ്ട. ശരി, എന്തായിരുന്നു പഴയ പ്രശ്നം? ഞാന് പ്രവാസിയായിരുന്നു. 5 വർഷമായിട്ട് ദുബായിലായിരുന്നു. നാട്ടിൽ നിന്ന് അങ്ങനെ വെള്ളമൊടിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദുബായിൽ പോയി മദ്യത്തിന് നല്ലതായിട്ട് ഞാൻ അഡിക്ഷനായി. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് എനിക്കൊരു വയറുവേദന പോലൊക്കെ വന്നു. അങ്ങനെ ഞാൻ അവിടെ കുറെ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ വേദന സംഹാരിയായിട്ടുള്ള ഗുളികൾ അവിടെ നിന്ന് തരും. അങ്ങനെ അത് കഴിച്ചിട്ടും വേദന മാറുന്നു. അങ്ങനെ അവസാനം നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ലിവർ സിറോസിസ് ആണ് പറഞ്ഞു. അപ്പൊ അത്ര മദ്യപാനമായിരുന്നു? അത്ര നല്ല അടിക്കാത്തൊരു നേരം പോലുള്ള അടിച്ചില്ലേ കൈ പറക്കുമായിരുന്നു. നല്ല മദ്യപാനമായിരുന്നു സാർ. ലിവർ സിറോസിസ് ആണെന്ന് അറിഞ്ഞ് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ മെഡിക്കലായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതും ഭയങ്കരമായിട്ട് വേദന നമുക്ക് കുറവില്ല. അങ്ങനെയാണ് ഈ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരാൾ പറയുന്നത്. ഞാൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം ഞാൻ നിന്ന് ഇവിടുത്തെ മരുന്നൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് എനിക്കൊരു മാറ്റം കണ്ടുവരാൻ തുടങ്ങി. ഇനിയിപ്പം മദ്യം കാണുന്ന തന്നെ ഒരു അലർച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുക. അപ്പൊ എത്ര ദിവസം ഇവിടെ വന്നിട്ട്? ഇതിപ്പോ ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി വന്നിട്ട്. ഇവിടുത്തെ ട്രീറ്റ്മെന്റും മരുന്നും അതുപോലുള്ള കെയറിംഗ് ആണ് ഇവിടെ. അപ്പൊ നമുക്ക് മദ്യം തൊടാനുള്ള ഇപ്പൊ ആ ഒരു ഇതില്ല. അപ്പൊ കൈ പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല. ചേട്ടൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എന്റെ ആളിയാണ് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. കാരണം ഗൾഫിലൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു. മദ്യപാനമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്യുമെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വിടുമെന്നുള്ള രീതി വന്നപ്പോഴത്തേക്കാണ് ഒരു പ്രാവശ്യം നാട്ടിൽ വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഇവിടെ മരുന്ന് വാങ്ങിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് മാറുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരാഴ്ചത്തെ ഡോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കുറച്ച് മാറ്റം തുടങ്ങി. പിന്നെ ഒരു 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി ഓട്ടോമാറ്റിക്കലി നോർമലായി. മദ്യം നമ്മൾ കൊണ്ടുചെന്നത് പുള്ളിക്ക് വേണ്ട എന്ന് ഇങ്ങോട്ട് പറയുന്നൊരവസ്ഥ. അതിനുശേഷം ഞാൻ ഒരുപാട് പേർക്ക് എന്റെ സ്വന്തം റിസ്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ വാങ്ങിച്ച ഒരാഴ്ച ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കോളും. ഞാൻ ഒരുപാട് പേർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഒരുപാട് പേർ എല്ലാവർക്കും ആശ്വാസം ഈ മേടിച്ചു കൊടുത്തവർക്കാർക്കും എൻ്റെ അടുത്ത് പരാതി പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട് നശിച്ചു പോയ ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്താൻ പറ്റും? നല്ലതായിട്ട് രക്ഷപ്പെടുത്തി വിടാം. എങ്ങനെ? ഉറപ്പാണല്ലോ? ഞങ്ങളുടെ അനുഭവത്തിൽ കൂടെ പറയുന്നത് 100% ഉറപ്പ്. 23 വർഷമായി.
അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതികൾ വരുന്നത്? ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, നാച്ചുറോപ്പതിക്കാരുണ്ട്, വൈദ്യന്മാരുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലറുണ്ട്, തെറാപ്പിസ്റ്റുകളുണ്ട്. ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഹെർബലാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, പഥ്യവും ഇല്ല. അത് നമ്മുടെ മരുന്ന് ഹെർബലാണെന്ന് കോടതി തന്നെ പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. കുടുംബബന്ധം തകർന്നവര്, വിദ്യാഭ്യാസം മുടങ്ങിയവർ ഒക്കെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട്. നമ്മളിപ്പോ എത്ര വർഷമായി? 23 വർഷമായി, 24ാമത്തെ വർഷം. ഇപ്പൊ നമ്മളെ ഈ സ്ഥാപനം നിൽക്കുന്ന എവിടാ? ഇത് ആലുവയില്. നമുക്ക് മറ്റെവിടെ ഉണ്ട്? മറ്റേ ഹരിപ്പാട്, മാവേലിക്കരൊക്കെ ഉണ്ട്. ഓക്കെ. ഒരാളിപ്പം ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്കിപ്പം ഒരു സിംറ്റം ഉണ്ടാവുമല്ലോ. നമുക്കിപ്പം മദ്യപാനത്തിന് അടിമയാണ്, അയാൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പം കൂടെ ഉള്ള ഒരാളാണ് വരുന്നതെങ്കിലോ? കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കൊണ്ട് വില്ലിംഗ് ആണ്. 5% എങ്കിലും നേരെ ആകണമെന്നുള്ളവരാണെങ്കിൽ അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവന്ന് നേരെയാക്കും. അല്ലാതെ അറിയാതെ മരുന്നോട് നേരെയാക്കാം. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല, പഥ്യവും ഇല്ല. അഡ്മിറ്റ് ആണെങ്കിൽ 48 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവർ നേരെയാകാൻ തുടങ്ങും. ഈ ആധുനിക കാലഘട്ടത്തിൽ കൗൺസിലിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പുതുതലമുറയുടെ പ്രശ്നമാണ് ആൽക്കഹോളിസം, അതുപോലെ തന്നെ MDMA തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മാനസികപരമായിട്ട് എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നത് ഇതിൽ കൗൺസിലിംഗ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളത്. ചുരുങ്ങിയത് നമുക്ക് എത്ര ദിവസം കൊണ്ട് ഒരാളെ ഒന്ന് നേരെയാക്കി എടുക്കാൻ പറ്റും? 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ സാധാരണ പേഷ്യൻ്റ് എല്ലാം മാറിപ്പോകുന്ന ഒരിതാണ് കാണുന്നത്. 10 തൊട്ട് 12 ദിവസത്തിനുള്ളിൽ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഇത് കെമിക്കലൊന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ നേരെയാക്കി കൊണ്ടുവന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പേര് മദ്യപിക്കുന്ന സ്ത്രീകൾ ധാരാളമായിട്ട് വരുന്നു. വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നൊക്കെ ഡയറക്റ്റ് വരുന്നുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് അവരൊക്കെ തിരിച്ച് ജോലി കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാവരും കേട്ട് കാണുമായിരിക്കുമല്ലോ. ഇനി വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും, അവർക്ക് ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അവർ പോലും അറിയാതെ വളരെ രഹസ്യമായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചികിത്സ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ ഇപ്പം നമ്പർ ഉണ്ടാകും. എത്രയും വേഗം നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വിളിച്ച് പറഞ്ഞു ഈ ഒരു കംപ്ലീറ്റ് പ്രശ്നങ്ങളും വെറും 10 ദിവസം കൊണ്ട് തന്നെ മാറ്റി നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകും. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു നിലവിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരോ ബന്ധുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ MDMAയോ അല്ലെങ്കിൽ മദ്യപാനത്തിനോ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്രയോജനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.